തുടങ്ങി കേരളത്തിന്റെ വിധി. 5 കൊല്ലം ആര് 5 കൊല്ലം ആര് ഭരിക്കും? 5 കൊല്ലം ആര്? പണ്ട് പൊന്നാമനെ കൂടെ തോക്കോട്ടിറങ്ങിയില്ലേ? ഭരണവീഴ്ചയോ ആര് വാഴും ആര് വീഴും? ഏതൊക്കെ ഹൃദയങ്ങൾ ചങ്കിടിച്ച് തകരും? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നിമിഷങ്ങൾക്കകം ആദ്യ ഫലസൂചനകൾ 24 മാജിക് സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാം. അസിത നമുക്ക് സ്ക്രീനിൽ നിന്ന് പരിചയപ്പെടുത്താം. ആദ്യം കാണുന്നത് കേരളം 140 കാണുന്നില്ലേ? ആകെയുള്ള മണ്ഡലങ്ങൾ 140. LDF-ന് എത്ര, UDF-ന് എത്ര, NDA-ക്ക് എത്ര? നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും കേരളത്തിൽ ആകെ എത്ര സീറ്റുകൾ ലീഡ് ചെയ്യുന്നു, എത്ര സീറ്റുകൾ അങ്ങനെ പ്രശ്നമില്ല. UDF-ന് കൂടിയാൽ UDF ആദ്യം വരും. അതൊക്കെ നിങ്ങൾ പോകാൻ പോകും. ഇനി താഴോട്ടിറങ്ങിയാൽ കണ്ണൂർ, ധർമ്മം, തലശ്ശേരി, കൂത്തുപുറം മണ്ഡലത്തിന്റെ പേരാ ബന്ധപ്പെടി 10 മണ്ഡലങ്ങൾ വീതം നിങ്ങൾക്ക് ആരാണ് ലീഡ് ചെയ്യുന്നത്, ആര് മുന്നിൽ, ആര് വിജയിച്ചു അറിയാം. അവിടെ കിട്ടും. അതിന് അല്പം കൂടെ താഴോട്ടിറങ്ങിയാൽ അതായത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരെങ്കിലും പെട്ടെന്ന് കയറി ലീഡ് ചെയ്താൽ അതും അവിടെ വരും. അപ്പൊ നിങ്ങൾ മേളി നോക്കിയിട്ട് ലുക്ക് താഴോട്ട് കൊണ്ടുവരും. ഒറ്റ ലുക്കിൽ കാര്യം. എല്ലാ കൊല്ലവും ഒറ്റ ലുക്കിൽ നമ്മളെ ഫലം അറിയും. തിരുവനന്തപുരത്തെ ഫലമാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നു. പോസ്റ്റൽ ബാലറ്റുകൾ തിരുവനന്തപുരത്തിന്റെ തുടങ്ങി. പാലായിൽ പോസ്റ്റൽ കൗണ്ടിംഗ് തുടങ്ങി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം കാണുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡെക്കിൽ LDF ആണോ, UDF ആണോ, NDA ആണോ ആദ്യ ലീഡ് എന്നുള്ള ആകാംക്ഷ. എനിക്ക് തോന്നുന്നു കാശ്മീരുടെ കുലുക്കം നിർത്തണ്ട. കാര്യം കുലുക്കം നിർത്തിയാൽ അവിടെ ചിലപ്പോൾ വോട്ട് നിലയ്ക്കും. എന്തും സംഭവിക്കാൻ കഴിയുന്ന നിർണായകമായ സന്നിഗ്ധ സാഹചര്യങ്ങളോട് കേരളം. ടെൻഷൻ വേണ്ട, അവിടെ എണ്ണി തുടങ്ങി. പോസ്റ്റൽ വോട്ട് ആദ്യം എണ്ണുന്നു. ആദ്യം തിരുവനന്തപുരത്ത് എത്ര മണിയോടെ നമുക്ക് ഏകദേശം ഒരു ട്രെൻഡ് അറിയാൻ പറ്റും. ആദ്യ സൂചന 8:15. ഒരു 9 മണി 9:15 9:30 ആകുമ്പോൾ നമുക്കറിയാം കൊടുങ്കാറ്റാണോ ഇളങ്കാറ്റാണോ എന്ന് നമുക്കറിയാം. കൊടുങ്കാറ്റാണോ എന്നറിയാൻ നമുക്ക് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. എല്ലായിടത്തെയും തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങണം. എല്ലായിടത്തെയും പോസ്റ്റൽ വോട്ടുകൾ. പറവൂർ മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കൊല്ലത്തെ പോസ്റ്റൽ ബാലറ്റ് എല്ലായിടത്തും. അതോടൊപ്പം തന്നെ അസമിൽ നമ്മൾ കേരളത്തിന് പുറമെ ഫലം വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ അസമിലെ വോട്ടെണ്ണൽ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എനിക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം വരുന്നു. നമ്മുടെ ജീവനുള്ള പ്രേക്ഷകർ, വിളിച്ചാൽ വിളി കേൾക്കുന്നവർ, അതായത് നമ്മുടെ സിംഗപ്പൂർ ഡോളർ തീർച്ചയായിട്ടും 2,57,000 കടന്നു. അയ്യോ നിലവിളിക്കല്ലേ. ഓക്കെ, എന്ത് കേട്ടാലും എനിക്കിപ്പോ ആഷ്മയുടെ അയ്യോ വിളിയാ ഓർമ്മ വരുന്നത്. ഓക്കെ, റെഡി. കടന്നു കഴിഞ്ഞു. അതൊക്കെ ജീവനുള്ള ഒന്നുമില്ല. ഇതൊക്കെ ഹൃദയമുള്ള അസമിൽ പറവൂർ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ തുടങ്ങി. അതിനിടെ ആറന്മുളയിലെ UDF കൗണ്ടിംഗ് കുഴഞ്ഞു വീണുന്നൊരു വാർത്ത വരുന്നുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റി. പെട്ടെന്ന് കമ്മിങ് ബാക്ക് ടു പെട്ടെന്ന് കൗണ്ടിംഗ് ബൂത്ത്. ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് അവിടെ എല്ലാം ഓക്കെ ആവും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരളത്തിലെമ്പാടും പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. പറവൂരിൽ പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയിരുന്നു. ആദ്യ സൂചന എപ്പോഴെങ്ങനെ, ആദ്യ സൂചന ആർക്ക് അനുകൂലം എന്നുള്ളതാണ്. നമ്പർ തൊടുക എന്നുള്ളതാണ്. ഒരു നമ്പറിലേക്ക് ആരായിരിക്കും എന്നുള്ളത് വലിയ ആകാംക്ഷയാണ്. എനിക്കൊരു സന്തോഷമുള്ള ഇന്ന് നമുക്ക് ഒരുപാട് നമ്മുടെ പരസ്യദാതാക്കൾ. അമ്പലപ്പുഴയിൽ സലാമിന് ലീഡ്. അതെ, 3 വോട്ട് ലീഡാണ്. ആദ്യ പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങുമ്പോഴേക്കും 3 വോട്ട് ലീഡ്. സുധാ 2 വോട്ട്. ഞാൻ പറഞ്ഞു സുധാകരൻ ജയിക്കുന്ന പറഞ്ഞേ, അവൻ പറഞ്ഞ സലാം ജയിക്കുന്ന പറഞ്ഞേ. എങ്ങോട്ടാണ് കിണികിണിയുണ്ട്, കിണികിണി. പക്ഷേ സുധാകരൻ ജയിച്ച അടുത്ത സമയം ഷഫീദ് ഗൂഗിളിലേക്ക് കിണികിണി അപ്പൊ കേൾക്കണം. അത് വേണം. രണ്ടിടത്ത് LDF-ഉം 2 UDF ലീഡ് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുകളിലേക്ക് നോക്കൂ. ആകാശത്തേക്കല്ലെന്ന്, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. LDF UDF 2 LDF 2 UDF 2 ഒപ്പത്തിനൊപ്പം. ഇത് ഈ ട്രെൻഡാണ്. ഇതൊരു ഏർലി ട്രെൻഡാണ്. ഇത് തരത്തിൽ ഒരു സൂചന എന്ന് പറയാൻ കഴിയില്ല. 2 ഇതാണ് സൂചനയെങ്കിൽ, ഇതാണ് സൂചനയെങ്കിൽ ഒരു നടക്കി പോവില്ല. ഇത് 1.5 പോക്കാവും. ഈ സാധനം
ഒരു പൊളിറ്റിക്കൽ എൽ ക്ലാസിക് ആണെന്ന് കാത്തിരുന്ന് വേണം. 2-2. ഇത് കനൻഡ്രം ഉണ്ടാക്കും. ഇത് പൊളിറ്റിക്കൽ കനൻഡ്രം ഉണ്ടാക്കും. ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ LDF 2 സ്ഥലത്തും UDF 2 സ്ഥലത്തും ലീഡ് ചെയ്യുന്നു. NDA നിലം തൊട്ടിട്ടില്ല അല്ലേ? ഒന്നുമില്ല. 2-2 എന്നുള്ളതാണ്. തിരൂരിൽ കൗണ്ടിംഗ് ഏജന്റുമാരെ കൗണ്ടിംഗ് റൂമിലേക്ക് കയറ്റുന്നില്ല എന്നൊരു പരാതി വന്നിട്ടുണ്ട്. ഹാഷ്മി, അവിടെ നിന്ന് ഈ മലബാർ മേഖലയിൽ നിന്ന് വ്യാപകമായി ചില പരാതികൾ വരുന്നുണ്ട്. അതെ, തിരൂരിൽ കൗണ്ടിംഗ് ഏജന്റുമാരെ റൂമിലേക്ക് കയറ്റുന്നില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. പക്ഷെ പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രതിഷേധത്തെ തുടർന്ന് കയറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും തിരൂർ SSM പോളിയിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. തൃശ്ശൂരെ പത്മജ വേണുഗോപാൽ ആദ്യ ലീഡ്. NDA ലീഡ് ചെയ്യുന്നു. പത്മജ ഇന്നലെ രാത്രിയിലും കൂടെ ടെൻഷനിലായിരുന്നു. അപ്പോ ലീഡ് ചെയ്യുന്നു. എന്നാ പരിപാടി? ഈ ലീഡ് സാങ്കേതികമായി ലീഡ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊന്നും പ്രതീക്ഷ വെക്കാൻ പറ്റത്തില്ല. അതൊരു സൂചനയാണല്ലോ. എന്നാലും സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ പിന്നെ കാണാം. ഇവിടെ ചില തെരഞ്ഞെടുപ്പുകളിൽ ഈ പോസ്റ്റൽ തുടങ്ങുന്ന ട്രെൻഡ് അവസാനം വരെ നിൽക്കുന്ന ചരിത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ 2-2-1 പോക്കാണെങ്കിൽ SK ഇവിടെ ചങ്കിടിച്ച് കുറെ ഒരു ലോഡ് ആകാംക്ഷാഭരിതമായ ദിവസങ്ങൾ മണിക്കൂറുകൾ വീഴും. ശിവൻകുട്ടി അണ്ണൻ നേമത്തെ ശിവൻകുട്ടിക്ക് 14 വോട്ടിന്റെ പോസ്റ്റൽ വോട്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വോട്ടെണ്ണൽ തുടങ്ങി 7 മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്നും പിടികിട്ടാത്ത സാഹചര്യം. 2-2-1 LDF 2 UDF 2 ഒരു NDA. ഇത് തൂക്കാണോ എന്ന സൂചനയൊക്കെ ഉണ്ടായേക്കാം. ഒന്നും പറയാറായിട്ടില്ല. എണ്ണുന്ന പോസ്റ്റൽ വോട്ടാണ്. 8:30 മുതലാകുമ്പോഴേക്കും മാത്രമേ EVM എടുത്തു തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരു പിടിയും ആർക്കും ഇപ്പോൾ 2-2-1 എന്നുള്ള നിലവിലെ സാഹചര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.